കോഴിക്കോടാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ ചേച്ചി ഏട്ടനുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് കുറേ ദിവസമായി വരണം വിചാരിക്കണം. അങ്ങനെ എത്ര കൊല്ലത്തിന് ശേഷം വിചാരിച്ച്? 2 കൊല്ലം എന്തായാലും അതിന് ശേഷം ഞാൻ ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം ഒന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് പോകാൻ വിചാരിക്കും. എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, അതെ, എവിടേക്കാന്ന് നമുക്ക് അറിയില്ല അല്ലേ. എവിടേക്കാ പോണായിരുന്നു ചേട്ടാ? എവിടേക്കാ പോണേ നിഹോ? എവിടേക്കാ പോണേ? എങ്ങടാ പോണേ? പോവാ, വണ്ടി എടുക്കാൻ പോവാ. നിങ്ങള് ഒറ്റ മൈൻഡ് ആൾക്കാരാണ് അല്ലേ? ഒറ്റ മൈൻഡ് ആൾക്കാര്, ഇതാണ് മെയിൻ. ഒറ്റ മൈൻഡ് ഇതാണ് നടക്കണ്. അപ്പൊ എന്തായാലും നമുക്ക് പുറത്തിട്ട് ബാക്കി വിശേഷം കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ. അരുണേട്ടനെയും നിഹുനെയും കാണുന്നില്ല ഗൈസ്. പരതി നടക്കുന്നു. കുഞ്ഞു മക്കളുള്ള ആൾക്കാരോട് എന്ത് പറയണം? ലുലുവിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതെ എല്ലാം ഓട്ടവും ചാട്ടവുമാണ്. ഇതാ നിക്കണ് ഇതാ പോണ് ഗൈസ്. ഇതാണ് അവസ്ഥ. പാവായിരുന്നായിട്ട് again. Thank you. വണ്ടി അവസാന അടവാണ് ഗൈസ്. അവസാന അടവ്. നോ സാധനം പുട്ടുപൊടി. വില്ലാലി, ഹായ് വില്ലാലി. ഓടി നടക്കുന്ന വില്ലാലി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബിക്കോസ് നികാരം പറഞ്ഞു കേൾക്കുന്നില്ല അല്ലേ? പോവാ നിഹ, പോവാ. ഓക്കെ, ബാ. ഒന്നൊന്നര അങ്കമട്ട് ശേഷം ഞങ്ങൾ ലുലു മാളിനോട് വിട പറയണം ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്നോടോട് ചോദിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങളൊരു 3 കുട്ടികളെങ്കിലും കൊണ്ട് മിനിമം ലുലു മാളിലേക്ക് വരണം. അതാണ് ഏറ്റവും എൻ്റർടൈനിങ്. ഇത് പോണു ഞങ്ങൾ പോകുമ്പോൾ അവള് ഉള്ളിലേക്ക് പോവാണ് ഗൈസ്. പോയി പിടിക്കാം നമുക്ക് അവളെ. ഓടി അച്ഛൻ എവിടെ പോയി? ഇട്ടു ഒരു കരച്ചിലില്ല. ഉള്ളില് യു അഗൈൻ ഉള്ളിൽ. ഡ്രസ് ടാറ്റാ. വീട് തുറക്കൂ നിഹാര.
ആ ഉള്ളിലിട് ഉള്ളിലിട് ഇട പറ്റണില്ലേ? ഒരാളെന്നെ വിളിക്കുന്നുണ്ട്. തിരിച്ച് വന്നു. നമ്മൾ ലുലു മോളിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. നമ്മൾ നടന്നു കുറേ, നിഹു നടന്നു കുറേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് എന്താ വിശേഷം പറയൂ? വാ വാ. ആ ഒരാൾ വിശേഷം പറ. ആ അയ്യോ കാക്ക് ഉറക്കെ പറ. ആ അയ്യോ കാക്ക് പറ്റിച്ചേ. ബേബി ബേബി പിന്നെ എങ്ങനെ ഡാൻസ് എങ്ങനെ കളിക്കുക? ഡാൻസ് ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ നാളത്തെ വിശേഷം നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ ബൈ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ഉച്ച സമയം 12:30 രാവിലെ ദോശയും പനീർക്കറിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ചിലപ്പോൾ നമ്മൾ കഴിക്കാൻ പുറത്തു പോകും. അപ്പോൾ എന്താ വേറെ വിശേഷം? വേറെന്താ പിന്നെ ഞങ്ങളിങ്ങനെ പഴയ ഫോട്ടോസൊക്കെ നോക്കിയിട്ടേക്ക് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് വറുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിവിടെ വേറൊരാളുണ്ട്, ഓടിച്ചാടി ഫുൾ എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരാൾ. അതാ വിളിക്കുന്നു. എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? എൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവണം. എസ്കേപ്പായി ഇവൾ. ഗായ്സ്, നിങ്ങളുടെ പഴയ തറവാട് 3 നിലയായിരുന്നില്ലേ ഇത്? ഇതിന് മേലെ ഇതിന് മുകളിലായിട്ടൊരു തട്ടുമ്പുറം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കസിൻസ്. പക്ഷെ ഞാൻ ഇതിൽ ഇല്ല. ഇതിലില്ല, നമ്മളിതിലില്ലാന്ന്. ഞാൻ ഇതിലില്ല ഗൈസ്. ഇവരൊക്കെ വളർന്ന് വലുതായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശൻ, ദ വൺ ആൻഡ് ഓൺലി ഗോവിന്ദൻ കുട്ടി. അന്ന് ഈ വീട് പൊളിക്കാനായിരുന്നു എനിക്ക് ഭയങ്കര തത്രപ്പാട്. പക്ഷെ ഇപ്പം ഞാൻ മിസ് ചെയ്യണ്. ഇത് ഈ വാതിലൊക്കെ തട്ടി അങ്ങോട്ട് പൊളിയായിരുന്നു അന്ന്. ഐ മിസ് ദിസ് സോ ബാഡ്ലി. അതെന്താ? ഇത് കുഞ്ഞുണ്ണി മാമേത്. ഇതാരെ മനസ്സിലായോ? പിന്നെ ഞാനൊരു പീച്ചിട്ട് തിന്നാലോ? സെയിം കോസ്റ്റ്യൂം, ബട്ട് ഇന്നലെ നമ്മൾ ഫിറ്റ് ചെക്ക് എടുക്കാൻ പറഞ്ഞു. ഇന്ന് ലൈറ്റിൽ ഫിറ്റ് ചെക്ക് കോസ്റ്റ്യൂം സെയിം ആസ് യെസ്റ്റർഡേ. നമ്മൾ ഇനി വല്ല ഗ്രാൻഡായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ചെറിയ കടയെ എന്തോ സെറ്റപ്പിലേക്കല്ലേ നമ്മൾ പോണേ. ലൈക്ക് ചെറിയ എന്തോ സെറ്റപ്പിക്കല്ലേ നമ്മൾ പോണേ. പക്ഷെ കണ്ടാൽ ഞാൻ വല്ല റോയൽ ഇതിലേക്കാണ് തോന്നും. പക്ഷെ അല്ല, വെറുതെ പട്ടിഷോ. എവിടെ പോണ്? അന്നദാനത്തിന് പോവാനാണോ നീ? മറ്റേ ഇവിടെ പോകുന്ന പോലെ എന്താ നമ്മൾ കുറയ്ക്കരുത്. ചത്ത് കിടക്കുകയാണെങ്കിൽ ചമഞ്ഞ് കിടക്കണം എന്നാണ്. ഏതായാലും ഞാൻ കൊണ്ടുവന്നല്ലേ അതൊക്കെ ഇങ്ങോട്ട് മുതലാക്കട്ടെ. ടാറ്റാ. ഞാൻ ഇങ്ങനത്തെ ഒരു അന്നദാനല്ലേ പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലെ നമ്മള് വഴിയിൽ കണ്ടില്ലേ, ആ സെറ്റപ്പ് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോ ആൾക്കാരൊക്കെ ഭേദപ്പോ ഇവിടെ ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പോയി നിക്കണ്. കൊല്ലം കുത്തള കളർ ഇട്ടിട്ട്
ഹാൻഡ് ബാഗ് സൂപ്പർ സ്റ്റൈലുണ്ട് അറിയോ. പ്രായഭേദ്യം എന്താണ് ആ സാധനം ഇല്ലാണ്ട് എല്ലാരും എന്നെ തുറച്ചു നോക്കും. കുട്ടികളൊക്കെ ഇങ്ങനെ സൈഡായി. എനിക്കത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഓൾറെഡി ഞാനാണെങ്കിൽ തണലത്തേക്ക് മാറിന്ന് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മാറി വരിയുടെ അപ്പുറത്തേക്കല്ലേ. അപ്പൊ ആൾക്കാർ ഇനിയിപ്പോ വിചാരിച്ചു അവിടെ പോയിട്ടും വീഡിയോ എടുക്കും. ഇവിടെ ഏതാ ഇവിടെ നമ്മളുടെ ഡ്രസ്സ് ഒരു വീഡിയോ എടുക്കൽ വിചാരിച്ചു എടുത്തില്ല. കുഴപ്പമൊന്നുമില്ല, ബാഗ് മാത്രം കുറച്ച് ഓവറായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു ബാക്കിന്റെ അടുത്ത് പറയാം. പിന്നെ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഒരു പച്ച പരിഷ്കാരി ഓറഞ്ച് പരിഷ്കാരിയാണെന്ന്. എന്ത് കളറാ നോക്കണേ. പിന്നെ വായി നോക്കാൻ കുട്ടികളുണ്ടായിരുന്നു. ഓ കോഴിക്കോട്. പക്ഷെ എല്ലാം സ്വാമിമാരെ വിചാരിച്ച് ഒരു പരിധിയില്ലേ നമുക്ക്. ആ ഫുഡും സൂപ്പർ ആയിരുന്നു. പക്ഷെ തികഞ്ഞില്ല. ഇനി വേണം. ഞാൻ പിന്നെ അല്ല കൊണ്ടുവന്നു, പക്ഷെ ഞാൻ മേടിച്ചില്ല. അല്ല എല്ലാരും പെട്ടെന്ന് നീക്കുക. അപ്പൊ പിന്നെ തുപ്പേരി മണിക്ക് എല്ലാം വേണം രണ്ടാമത്. അവര് ചോറും കറി മാത്രമേ തരുള്ളൂ. കൊള്ളാം എന്തായാലും. ഹാപ്പി സൺഡേ നിഹു. ബർത്ത്ഡേ അല്ല, സൺഡേ ആണ്. ബേബി വീഡിയോ എടുക്കണ്ടോ? ഞാൻ നിഹു മേക്കപ്പ് ചെയ്യാം. നിഹു അല്ലേ? എങ്ങനെയുണ്ട്? കാണിച്ച്. ആ ഇനി ഞാന് ഇനി എന്താണ്ട്? വാവ് സൂപ്പറാണോ ഗൈസ്? നമ്മൾ അങ്ങനെ ഇപ്പോൾ ബീച്ചിലേക്ക് പോവുകയാണ്. ആൻഡ് വേറെ എങ്ങോട്ടാ പോണേ? ബീച്ചിക്കും SM പോകണല്ലേ? പോണ്ടോ? SM പോവാന്ന് വിചാരിക്കണ്ട. ബാക്കിയെല്ലാം നിഹാരയുടെ മൂഡിനനുസരിച്ചിരിക്കും അല്ലേ നിഹു? ഇപ്പം ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് ഇതിനെ ഓടിക്കളിക്കുകയാണ്. എവിടെ നിഹു? വാ ചാച്ച പോവാ. വാ കാറി പോവാ. വാ. മാമു കഴിച്ചാൻ പോവാണ് ഗായ്സ്. പറയൂ. മാമു കഴിച്ചാൻ പോവാണ് ഞങ്ങള്. നോക്ക് വിഷമായി. ഓയോ വിഷമായി. ഓയോ അയ്യോ ഗൈസ്, ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുകയാണ്. എന്താ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പറയാനുള്ളത്? എത്ര വർഷമായി കോഴിക്കോട്? അപ്പൊ എത്ര വർഷമായി? 8 വർഷം കോഴിക്കോട്. എന്നിട്ട് എന്താ കോഴിക്കോടിനെ കുറിച്ച് പറയാനുള്ളത്? കോഴിക്കോട്ടേക്ക് വരാനുള്ളൊരു ആളെന്നോ അങ്ങനെ ഒരു ആളോട് എന്താ പറയാനുള്ളത് കോഴിക്കോടിനെ കുറിച്ച്? കോഴിക്കോട് നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. ആ കോഴിക്കോട് നല്ല ഫുഡ് സ്പോട്ടുകൾ ഉണ്ട്. പിന്നെ വൈബാണ്. കോഴിക്കോട് ആൾക്കാർ നല്ല ആൾക്കാരാണ്.
സ്നേഹമുള്ളവരെന്നാണ് ചേച്ചി പറയണേ. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഏത് ഡയറക്ഷനിൽ പോകുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ നടക്കും. ഇതേ പോകുന്നു. നിഹ നിഹ ഇപ്പൊ ബൈ ബൈ. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനി എന്തായാലും ഒന്ന് കടന്നുറങ്ങട്ടെ. നടന്ന് മടുത്ത്. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.